നഗരസഭയിൽ നാടകീയ നീക്കങ്ങൾ. സ്വന്തം പാർട്ടി അംഗത്തെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കേരള കോൺഗ്രസ് എം. ചെയർമാൻ ഷാജു തുരുത്തൻ രാജിവെച്ചില്ലെങ്കിൽ UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കാനാണ് തീരുമാനം. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ആദ്യമായല്ല പാലാ നഗരസഭ ഇങ്ങനെ നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റിയാണ്. സ്വന്തം പാർട്ടിയുടെ അംഗത്തെ പുറത്താക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ, ഷാജുവിനെതിരെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്? ശ്രീജ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ ചിരിച്ചു പോകുന്ന അല്ലെങ്കിൽ കൗതുകകരമായ ചില സിനിമാറ്റിക്കായ സംഭവങ്ങളാണ് പാലാ നഗരസഭയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ അവസാന വർഷത്തും അത് തന്നെ നടക്കുന്നു. ഷാജു തുരുത്തൻ 1 വർഷം മാത്രമാണ് നൽകിയിരുന്നത് എന്നാണ് കേരള കോൺഗ്രസ് എം പറയുന്നത്. അവസാന 1 വർഷം, ഇനിയുള്ള 1 വർഷം മറ്റൊരു അംഗത്തിനെ ചെയർമാനാക്കാനായിരുന്നു തീരുമാനം. പക്ഷെ ഷാജു തുരുത്തൻ ഒഴിയുന്നില്ല. ഇതിനിടെ ഷാജു തുരുത്തൻ വേറൊരു തന്ത്രപരമായ നീക്കം നടത്തി. UDF-നാകെ 8-9 അംഗങ്ങളേ ഉള്ളൂ, സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെ. ഈ UDF-നെ കൊണ്ട് തന്നെ, UDF സ്വതന്ത്രനെ കൊണ്ട് തന്നെ തനിക്കെതിരെ അവിശ്വാസത്തിന് നീക്കം നടത്തി. ഇതാണ് അണിയറയിൽ നടന്നത്. അതായത് ഇപ്പോൾ ഒരു അവിശ്വാസം വരികയും UDF-ന്റെ അവിശ്വാസം പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഷാജു തുരുത്തൻ 6 മാസം കൂടെ തുടരാം. 6 മാസം കഴിഞ്ഞ് അടുത്ത അവിശ്വാസം വരികയുള്ളൂ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷാജു തുരുത്തന്റെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനൊരു നീക്കം നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇങ്ങനെ ഒരു നീക്കം നടത്തിയെങ്കിൽ പോലും ഷാജു തുരുത്തിനെ മാറ്റണമെന്ന കടുത്ത നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എം എത്തുന്നു. ഇപ്പോൾ UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണെങ്കിൽ പോലും അതിനെ പിന്തുണച്ചാണെങ്കിലും ഇന്ന് രാവിലെ 11 മണിക്കകം ഷാജു തുരുത്തൻ രാജിവെച്ചില്ല എങ്കിൽ തങ്ങൾ ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നത്. CPM-നോടും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, തങ്ങളുടെ അംഗത്തെ ഈ അവിശ്വാസത്തിലൂടെ പുറത്താക്കണമെന്ന്. CPI-യോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതായത് 9 അംഗങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് ഷാജു തുരുത്തൻ കൂടാതെ. 4 പേർ CPM ഉണ്ട്, ഒരാൾ CPI-യും ഉണ്ട്. അങ്ങനെ 14 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഷാജു തുരുത്തനെ പുറത്താക്കാൻ കഴിയുമെന്നാണ് നിലപാട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എന്ന് കേരള കോൺഗ്രസ് ക്യാമ്പ് വിശേഷിപ്പിക്കുന്ന ഒന്നുകൂടി നടന്നിട്ടുണ്ട്. മിനിയാന്ന് മുതൽ ഷാജു തുരുത്തൻ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷെ എതിർചേരി രഹസ്യമായി സമ്മതിക്കുന്നത് അത് ഈ അവിശ്വാസത്തിന്, ഈ നീക്കങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള നാടകത്തിന്റെ ഭാഗം എന്ന നിലയിലൊക്കെ പറയുന്നവരുണ്ട്. എന്തായാലും ഇതൊന്നും പരസ്യ പ്രതികരണമല്ല, ഈ ക്യാമ്പിനുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഷാജു തുരുത്തൻ സ്വയം രാജിവെച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം UDF സ്വതന്ത്രം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഷാജു തുരുത്തനെ പുറത്താക്കുന്ന നിലയിലേക്ക് എത്തും. ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്, ആശുപത്രിയിലും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഷാജു തുരുത്തൻ അവസാന നിമിഷം 11 മണിക്ക് മുമ്പെങ്കിലും രാജിവെക്കുമെന്ന പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ് എമ്മിനും ഇടതുമുന്നണിക്കും ഉള്ളത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാലാ നഗരസഭയിൽ നാടകീയതകൾക്ക് ഒരു കാലത്തും കുറവുണ്ടായിരുന്നില്ല. അത് പുതിയ പുതിയ നാടകീയ സംഭവങ്ങളിലേക്ക് പോവുക എന്നതാണ് പാലായുടെ ഒരു സ്വഭാവം. ഇന്നും അത്തരത്തിലൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. മറ്റു വാർത്തകളിലേക്ക്.